മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനാ? കയ്യിലെ കാശെല്ലാം തീർന്നു. പോക്കറ്റ് മണിയൊന്നുമില്ല. ഇതെന്താ 100 രൂപയോ? ഇത് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? ഇപ്പൊ മര്യാദയ്ക്കൊന്ന് പട്ടിണി കിടക്കാൻ തന്നെ ഒരു ദിവസം 1000 രൂപ വേണം. തൽക്കാലം 100 രൂപ വെച്ച് പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്ക്. അച്ഛൻ മീരയ്ക്ക് 200 മതിയെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് 500 കൊടുത്തല്ലോ. ഞാൻ 1000 ചോദിക്കുമ്പോ എനിക്കെന്താ 100 തരുന്നത്? ഞാൻ നിനക്ക് തരുന്ന പൈസയെല്ലാം നീ വെറുതെ ധൂർത്തടിച്ച് കളയല്ലേ. എന്നാ മീര അങ്ങനെയല്ല. അവൾക്കൊരു 100 രൂപ കൊടുത്താൽ അതിൽ 50 രൂപ ചെലവാക്കി 50 രൂപ അവൾ മിച്ചം പിടിക്കും. പക്ഷെ നിനക്ക് 100 രൂപ തന്നാലോ നീ 900 രൂപ കടം മേടിച്ച് 1000 രൂപ ചെലവാക്കും. അവൻ അങ്ങനെ പൈസയൊന്നും കളയില്ല ഹരിയേട്ടാ. ഉറപ്പാണോ? എങ്കിൽ ബീനയുടെ അക്കൗണ്ടിൽ കിടന്ന പൈസയൊക്കെ എവിടെ പോയി? അതെല്ലാം തീരാറായില്ലേ? എനിക്ക് പൈസ തരാൻ കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലാതെ ഇല്ലാത്ത ന്യായീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. എന്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കായിരുന്നല്ലോ. ഇതിപ്പോ സ്റ്റെപ്പ് ഫാദർ ആയി പോയില്ലേ. ഇത്രയും നാളും കാരുണ്യത്തിൽ ജീവിച്ചതല്ലേ. ഒന്നും പരിധി വിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാടാ നീ പറയുന്നത്? ഹരിയേട്ടൻ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ എന്നോട് ആ രീതിയിൽ തന്നെയാ പെരുമാറിയത്. ഹരിയേട്ടാ, അവനൊരു ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ അവൻ ഹരിയേട്ടനോടല്ലാതെ പിന്നെ ആരോട് ചോദിക്കാനാ? അതല്ലേ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നല്ല സങ്കടം വന്നിട്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. ഒരേ കാര്യം ഞാനും മീരയും ചോദിച്ചാ അച്ഛനത് മീരയ്ക്ക് സാധിച്ചു കൊടുക്കും. എന്നെ പെൻഡിങ്ങിലും വെക്കും. ഇതിപ്പോ എത്രയോ പ്രാവശ്യമായി. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിന്റെ നന്മയെ ഉദ്ദേശം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് നീ ആവശ്യമില്ലാത്ത അർത്ഥമൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ദാ പാവം, നമ്മളല്ലാതെ ആരാ ഹരിയേട്ട അവനുള്ളത്? കുറച്ച് കള്ളത്തരങ്ങളൊക്കെ അവന്റെ കയ്യിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അതൊക്കെ ഈ പ്രായത്തിന്റെ ആണെന്ന് കരുതി നമുക്കതങ്ങ് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. എക്സാം ഉണ്ടോ? എക്സാം അല്ല, ഞാനൊരു ഇന്റർവ്യൂവിന് പോവാ. ആഹാ, കൊള്ളാലോ. പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് ശ്രമിക്കുകയാണല്ലേ. ഞാൻ കരുതി സ്റ്റുഡന്റ് ആണെന്ന്. ആട്ടെ, ഏത് കമ്പനിയിലെ ഇന്റർവ്യൂ? ദേവ ബിൽഡേഴ്സിന്റെ HR എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാ. ഓ, ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു. അതില് 6 പേരെ സെലക്ട് ചെയ്തു. ഇന്ന് ഫൈനൽ ഇന്റർവ്യൂ ആ. വലിയ കമ്പനിയാണല്ലോ. ജോലി കിട്ടിയ നല്ലതാ. അതെ. ഇന്റർവ്യൂവിനെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ആ, ഒരുവിധം എല്ലാം നോക്കിയിട്ടുണ്ട്.
നോർമൽ ഇന്റർവ്യൂവിന്റെ ചോദ്യോത്തര പരിപാടികളെല്ലാം ആദ്യത്തെ റൗണ്ടിൽ തന്നെ കഴിഞ്ഞു കാണുമല്ലേ? ആ കഴിഞ്ഞു. ആ, അപ്പോ ഇതിൽ ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും. നിങ്ങൾ കമ്പനിയിൽ ചെന്നാൽ കമ്പനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്നൊക്കെ ആവും ചെക്ക് ചെയ്യുക. അതെ. ഈ ദേവാ ബിൽഡേഴ്സ് സ്ഥാപിച്ചത് ഒരു ദേവാനന്ദനാണ്. ആളൊരു നല്ല ശിവഭക്തനായിരുന്നു. ഇപ്പോ ഇല്ല, മരിച്ചുപോയി. ദേവാനന്ദന്റെ ഭാര്യ മാധവി ദേവീഭക്തയാണ്. പക്ഷേ ഇവരുടെ മകൻ യാതൊരു ഭക്തിയുമില്ലാത്ത നിരീശ്വരവാദിയാ. അല്ല, സാറിന് എങ്ങനെ ഇതൊക്കെ അറിയാം? സാർ ഈ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, പക്ഷെ എനിക്ക് ഈ കമ്പനിയെ കുറിച്ച് അറിയാം. അവിടെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ഒരുപക്ഷെ ഇരിക്കുന്നത് മാധവിയുടെ സഹോദരൻ മഹാദേവനായിരിക്കും. അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഇന്റർവ്യൂവിന് വരുന്നവരെ വലയ്ക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാ. എന്നാലും ഇതൊരു വല്ലാത്ത അത്ഭുതമാണ് കേട്ടോ. ഞാൻ ഇന്ന് ആ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോ തന്നെ രാവിലെ സാറ് ആ കമ്പനിയെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് സംസാരിക്കുന്നു. കുട്ടിയുടെ പേരെന്താ? മീര. ആ, മീര ദേവാ ബിൽഡേഴ്സിൽ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ആ കമ്പനിയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ അവരുടെ ഒരു ബിൽഡിങ്ങിൽ കുറെ നാൾ താമസിച്ചിരുന്നു. അവിടെ പലരും പറയുന്നത് കേട്ടാ ഞാൻ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ആട്ടെ, മീര ഈ കമ്പനിയിൽ ജോലിക്ക് ട്രൈ ചെയ്യാൻ കാരണം എന്താ? ജോലിക്കാർക്ക് നല്ല ആനുകൂല്യങ്ങളും നല്ല ശമ്പളവും നൽകുന്ന കമ്പനിയാണെന്നറിയാം. പിന്നെ ഇന്ത്യയിലെ എല്ലാ മഹാക്ഷേത്രങ്ങൾക്കടുത്തും ഇവരുടെ പ്രോജക്റ്റുകളുണ്ട്. ചില ക്ഷേത്രങ്ങളുടെ റിനോവേഷൻ വർക്ക്സും ഒക്കെ ഈ കമ്പനി ചെയ്യുന്നുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടാ. അതുകൊണ്ട് മാത്രം അവർ ജോലി തരണം എന്നില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ കൃത്യതയോടെയല്ലേ നമ്മൾ സംസാരിക്കൂ? ഞാൻ പറഞ്ഞു വരുന്നത്, കമ്പനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഉത്തരങ്ങളാണ് സാധാരണ ഇന്റർവ്യൂവിനിരിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന ശരിയായ ഉത്തരം പറയുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലും നമ്മുടെ അഭിപ്രായം കൂടി പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞാ അവരപ്പൊ തന്നെ നമ്മളെ ഗെറ്റ് ഔട്ട് പറയില്ലേ? നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത കമ്പനിയിൽ നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? അവർക്കൊരു മെഷീനോ റോബോട്ടോ ഒക്കെ വെച്ച് ആ ജോലി ചെയ്യിക്കാലോ. ബസ് വരുന്നു. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ജോലി കിട്ടിയ ചെലവുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ആകെ ടെൻഷനാടാ. മീരയ്ക്ക് ഈ ജോലി കിട്ടാൻ പോവാ. ഇനി വീട്ടിൽ എനിക്ക് സൗകര്യം ഉണ്ടാവില്ല. ഒരു ഇന്റർവ്യൂവിന് പോയാൽ ഉടനെ ജോലി കിട്ടുകയൊന്നുമില്ല. അവൾക്ക് കിട്ടും. ഒടുക്കത്തെ ബുദ്ധിയും ഒടുക്കത്തെ ഭാഗ്യമാ മീരയ്ക്ക്. അല്ലാതെ മീര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും അല്ലല്ലേ. അവള് പെൺകുട്ടിയല്ലേ. നമ്മളെപ്പോലെ ലോക കാര്യങ്ങൾ ഇടപെടണ്ടല്ലോ. വെറുതെ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രം പോരെ. വെറുതെ ന്യായം പറയാതടാ. നമ്മൾ എന്ത് ലോകാര്യം ചെയ്തിട്ടാ? ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട സമയത്ത് തിയേറ്ററിൽ പോയും വായി നോക്കി നടന്ന് ഉള്ള സപ്ലി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? 4 സെമസ്റ്ററെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യായിരുന്നു. നീ ഇപ്പൊ എല്ലാം പാസ്സായിട്ട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്താലും ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർജറ്റുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലി മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. അതാർക്ക് വേണം? ഇല്ലെങ്കിൽ പിന്നെ വല്ല പിൻവാതിൽ നിയമനവും കിട്ടുമോ നോക്കാം. അതിനൊക്കെ ഒടുക്കത്തെ ഇടിയാടാ. പിന്നെ 2 മാസത്തിനിടയ്ക്ക് ഏതെങ്കിലും കേസിൽ പെട്ടുപോയാൽ ജന്മം പാഴായി പോവും. എന്തായാലും റിസ്ക് എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല സൂരജ്. മീര വിദേശത്ത് എവിടെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാ എങ്ങനെയെങ്കിലും ഞാനും അങ്ങ് പോവാന്ന് കരുതിയതാ. അത് നടക്കും തോന്നില്ല. അതെന്താടാ?
അവൾ ആ കൃഷ്ണ വിഗ്രഹത്തിന്റെ മുന്നിലിരുന്ന് പാട്ടും പാടി ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിയും ചെയ്തിരിക്കേയുള്ളൂ. എടാ, നമ്മുടെ ഒരു രീതിക്ക് ഈ ജോലി ചെയ്യലൊന്നും സെറ്റാവില്ല. നമുക്ക് പറ്റിയത് ബിസിനസ്സാണ്. അതിനൊക്കെ കാശ് മുടക്കണ്ടേ? എനിക്കെവിടെ നിന്നാ കാശ്? എൻ്റെ അമ്മയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ ഇൻഷുറൻസ് തുകയാണ്. അതിൻ്റെ 3/4 ഭാഗവും എന്നെ പഠിപ്പിക്കാൻ തന്നെ ചെലവാക്കിയത്. ഇനി അങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. നിന്റെ ഹരിയച്ഛൻ വിചാരിച്ച നടക്കില്ലേ? അച്ഛനോട് അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറയുന്നുണ്ട്. അതിലും ഭേദം പറമ്പിൽ കളയ്ക്കാൻ പോകുന്നത്. അച്ഛന്മാരുടെ കൂടെ ജോലി ചെയ്യുന്ന അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിയേ. നമുക്ക് അനങ്ങാൻ പറ്റുമോ? ഹോ, ആലോചിക്കാൻ പോലും വയ്യ. എന്നാ നീ ഒരു ലോൺ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ലോൺ എടുത്തിട്ട് എന്ത് ബിസിനസ് ചെയ്യാനാ? അത് നമുക്ക് ആലോചിക്കാം. ബിസിനസ്സൊക്കെ ചെയ്യാൻ അമ്മ സമ്മതിക്കുമെന്തോ? നീ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അമ്മ സമ്മതിക്കും. നിന്റെ അമ്മ സമ്മതിച്ച് കിട്ടിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കും. നിന്റെ അച്ഛൻ വിചാരിച്ച നല്ലൊരു എമൗണ്ട് ലോൺ കിട്ടും. അത് വെച്ചൊരു ബിസിനസ് തുടങ്ങുക, സെറ്റാവുക. കാര്യമൊക്കെ ശരിയാ. ഇപ്പോഴും എന്ത് ബിസിനസ്സാണെന്ന് തീരുമാനിച്ചില്ലല്ലോ. അത് നമുക്ക് ശരിക്കൊന്ന് ആലോചിക്കണം. ചിന്തകൾ ഉണർത്താൻ മരുന്ന് വേണം. നീ വാ, നമുക്കൊന്ന് പുകച്ചാലോചിക്കാം. നിന്റെ സാധനം ഉണ്ടോ? ഇല്ല, വാങ്ങിക്കണം. നിന്റെ പൈസ ഉണ്ടോ? ഒരു 1000 ഉണ്ട്. ധാരാളം. നീ ബൈക്ക് കയറ്. ഞാൻ ഓടിക്കാം. അതിന് നിനക്ക് ലൈസൻസ് ഉണ്ടോ? നിന്റെയിലുണ്ടല്ലോ, അത് മതി. എത്രയും പെട്ടെന്ന് നീ ഒരു ലൈസൻസ് എടുക്കണം. അമ്മ സമ്മതിക്കില്ലടാ. പിന്നെ അമ്മയോട് പറഞ്ഞിട്ടല്ലേ നീ എല്ലാം ചെയ്യുന്നേ? ഒന്ന് പോടാ. ലൈസൻസ് അമ്മ അറിയാതെ എടുത്താൽ മതി. അതിന് കാശ് വേണ്ടേ? അതിനുള്ള വഴിയും പുകയുടെ കൂടെ ആലോചിക്കാം. നീ വണ്ടി എടുക്ക്. ഓക്കെ. ഇന്റർവ്യൂ തുടങ്ങിയോ? ഇപ്പൊ തുടങ്ങും. രമേശ് രാമചന്ദ്രൻ, ഞാനാ. അകത്തേക്ക് വരൂ. ഇതാ അങ്ങോട്ട്. ഈ കമ്പനിയിൽ ജോലി കിട്ടിയ സേഫാ. നല്ല സാലറി ഉണ്ടാവും, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. പിന്നെ 10 വർഷം സർവീസ് പൂർത്തിയാക്കി നമ്മൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ നല്ലൊരു തുകയും കിട്ടും. അതല്ലേ ആളുകളെല്ലാം ഇവിടെ ജോലി കിട്ടാൻ മത്സരിക്കുന്നത്. ഇത്ര വേഗം കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? അവന്മാർ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. വായി തോന്നി എന്തൊക്കെയാ ചോദിക്കുന്നത്. ഇത്തരം കമ്പനികളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. മീരാഹരി, ചെന്നോളൂ. ഭഗവാനെ കാത്തോണേ. ചെന്നോളൂ. മീര എന്നല്ലേ പേര്? അതെ സർ. അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഇന്റർവ്യൂവിലെ പെർഫോമൻസും വിലയിരുത്താനായി 2 ദിവസം മുമ്പ് നടത്തിയ ഇന്റർവ്യൂവിൽ 6 പേർക്കാണ് ഇന്നിവിടെ 2ാം ഘട്ട ഇന്റർവ്യൂ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വിജയിച്ച നിങ്ങൾ 6 പേരും കമ്പനിയിൽ ജോലി ലഭിക്കാൻ അർഹതയുള്ളവർ തന്നെയാണ്. പക്ഷേ കമ്പനിയിൽ ഈ ജോലിയിലേക്ക് ഒരു വേക്കൻസിയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ ബെസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന ആൾക്കായിരിക്കും ജോലി ലഭിക്കുക. റെഡിയല്ലേ? യെസ് സർ. ഓക്കെ. അവിടെ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നത് മാധവിയുടെ സഹോദരൻ മഹാദേവനായിരിക്കും. അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഇന്റർവ്യൂവിന് വരുന്നവരെ വലയ്ക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. മീരയുടെ ആദ്യത്തെ അധ്യാപിക ആരായിരുന്നു? പേരോർമ്മയുണ്ടോ? ഉണ്ട് സർ. ആർക്കും അവരുടെ ആദ്യത്തെ ഗുരുവിനെ മറക്കാൻ സാധിക്കില്ല.
കമ്പനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഉത്തരങ്ങളാണ് സാധാരണ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന ശരിയായ ഉത്തരം പറയുന്നത് തന്നെയാണ് നല്ലത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനിലും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന പരബ്രഹ്മമാണ് യഥാർത്ഥ ഗുരു. എങ്കിലും ഒരു ജീവന് അവന്റെ ആദ്യത്തെ പ്രത്യക്ഷ ഗുരു അമ്മയാണ്. എല്ലാം തുടങ്ങുന്നത് അമ്മയിൽ നിന്ന് തന്നെ. ഗുരുസ്മരണയോടെ തുടങ്ങുക. എന്റെ അമ്മയാണ് എന്റെ ആദ്യ ഗുരു, ആദ്യത്തെ അധ്യാപിക. അമ്മയുടെ പേര് മായ. ആദ്യമായി നഴ്സറിയിൽ പഠിക്കാൻ ചേർന്നപ്പോൾ പ്രീ KG ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അവിടെ ഉണ്ടായിരുന്ന ടീച്ചറിന്റെ പേരാണ് ചോദിച്ചത്. ഇന്ദിര എന്നായിരുന്നു ടീച്ചറിന്റെ പേര്. ആ, ഓക്കെ. മീര ആദ്യം അമ്മ എന്ന് പറഞ്ഞ ഉത്തരവും ശരിയാണ്. അല്ല, പെട്ടെന്നാർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ലല്ലോ. താങ്ക് യു സർ. ഒരാളൊരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. മറ്റൊരാൾ ഇതേ ജോലി 15 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. എങ്കിൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് അതേ ജോലി ചെയ്യാൻ ഏൽപ്പിച്ചാൽ അവരത് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? കണക്ക് കൂട്ടിയാൽ ഉത്തരം 6 ദിവസം എന്നാണ്. എങ്കിലും 10 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാനും ആളെ നിരീക്ഷിച്ച് അയാളുടെ രീതികൾ മനസ്സിലാക്കി അയാൾക്ക് നല്ല ട്രെയിനിങ്ങും കൊടുത്താൽ 15 എന്നുള്ളത് 12 ദിവസമെങ്കിലും ആക്കാൻ സാധിക്കും. ഇവര് കൃത്യമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്താൽ ഔട്ട്പുട്ട് 5 ദിവസമോ അതിൽ കുറവോ ആക്കി മാറ്റാം. ഈ കമ്പനിയിലെ മാനേജർ പോസ്റ്റിലേക്ക് മീര എത്തിയാൽ കമ്പനിയുടെ അതുവരെയുള്ള നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമോ, അതോ മീരയുടെ മനസ്സിലുള്ള ഐഡിയ പോലെ പുതിയ നിയമങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമോ? അത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും സർ. കമ്പനിയിലെ നിലവിലുള്ള നിയമങ്ങളും രീതികളും കമ്പനി ലാഭകരമായി മുന്നോട്ട് പോകുന്നതിനും സ്റ്റാഫും മാനേജ്മെന്റുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തുന്നതിനും പര്യാപ്തമാണെങ്കിൽ വെറുതെ നിയമങ്ങൾ മാറ്റി ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേസമയം പഴയ നിയമങ്ങൾ കൊണ്ട് കമ്പനിയിൽ ലാഭമില്ലാത്ത അവസ്ഥയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന സൊല്യൂഷൻ അപ്പൊ തന്നെ മാനേജ്മെന്റിനെ ഞാൻ അറിയിക്കും. കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം മീരയ്ക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണ്. വളരെ ശ്രദ്ധിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. അതിൽ ഒന്നിൽ മീരയ്ക്ക് വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും കമ്പനിക്ക് ഗുണമുണ്ടാകുകയും ചെയ്യും. മറിച്ച് കമ്പനിക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് മീരയ്ക്ക് വ്യക്തിജീവിതത്തിൽ പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൽ എന്ത് തീരുമാനമായിരിക്കും മീര എടുക്കുക? എന്റെ വ്യക്തിജീവിതത്തിലെ എന്ത് കാര്യത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്റെ തീരുമാനം. കാരണം എന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും. ജോലിക്കാരുടെ വ്യക്തിജീവിതത്തിൽ പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാൽ അത് കമ്പനിയെ ബാധിക്കും. ഒരു തീരുമാനത്തിന്റെ പേരിൽ താൽക്കാലിക ഗുണമുണ്ടാക്കാൻ ഞാൻ ആത്മവഞ്ചന നടത്തിയാൽ അതിന്റെ കുറ്റബോധത്തിൽ എനിക്കൊരിക്കലും എന്റെ മുഴുവൻ എഫേർട്ടും കമ്പനിക്ക് നൽകാനാവാതെ വരും. അതിന്റെ നഷ്ടവും കമ്പനിക്ക് തന്നെയാണ്. അതുകൊണ്ട് സത്യസന്ധമായി ആത്മവഞ്ചനയില്ലാതെ തീരുമാനമെടുക്കുന്നതാണ് എനിക്കും
കമ്പനിക്കും ദീർഘകാലത്തിൽ നന്മയുണ്ടാവുന്നത്. മീരയെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ അതിനുള്ള ഉത്തരം ഭഗവത്ഗീതയിൽ ഉണ്ടാവും. ഭഗവാൻ കൃഷ്ണൻ അത് നമുക്ക് പറഞ്ഞു തരും. ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഗുണം എന്താണ്? ഭക്തി.